ഷിജു, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് നിന്ന് പരിശോധന നടത്തുമെന്നുള്ളതാണ്. ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികൾ പ്രധാനമായും പരിശോധിക്കും. ഇതുൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് പരിശോധന നടക്കുന്നത്? ഈ പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ നിർണായകമായിട്ടുള്ള രണ്ടിടങ്ങളിലായിട്ടാണ് പരിശോധന നടക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടിയാണ് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പമ്പയിൽ വന്ന് ഇറങ്ങുകയും അവിടുന്ന് കാൽനടയായിട്ട് സന്നിധാനത്തേക്ക് പോവുകയും ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി തന്നെ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് SIT സന്നിധാനത്ത് പരിശോധിക്കുക. ഒന്ന്, ശ്രീകോവിലിന് സമീപത്തെ കട്ടിളപ്പാളികൾ, അതുപോലെ തന്നെ ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, അതോടൊപ്പം തന്നെ കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ വളരെ വിശദമായിട്ട് ഈ 3 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശ്രീകോവിലിന് സമീപത്തെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അളവും തൂക്കവും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ, അതിന്റെ അളവും തൂക്കവും ഒക്കെ വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾക്കൊക്കെ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം VSSCയിൽ നിന്നും ലഭിച്ച ശാസ്ത്രീയ പരിശോധനയിൽ പോലും ചില തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശബരിമലയിൽ നിന്ന് അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് SITയെ സംബന്ധിച്ചുകൊണ്ട് അതിനിർണായകമായിട്ടുള്ള കാര്യം. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി 3 പേരടങ്ങുന്ന SIT സംഘം സന്നിധാനത്ത് എത്തിയിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് SP ശശിധരൻ അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൂടി സന്നിധാനത്തേക്ക് വന്നത്. അവർ 2 ദിവസം സന്നിധാനത്ത് തങ്ങി വളരെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തും, അല്ലെങ്കിൽ പരിശോധന നടത്തും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം മുഴുവൻ ഉദ്യോഗസ്ഥരും, SITയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും സന്നിധാനത്തേക്ക് വന്നിട്ടുണ്ട്. മണ്ഡലകാലം കഴിഞ്ഞതിന് പിന്നാലെയാണ് SIT സംഘം സന്നിധാനത്തേക്ക് വന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് തന്നെയാണ് സന്നിധാനത്ത് വന്ന് SIT പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് ആ പരിശോധന പൂർത്തിയാക്കി മടങ്ങാൻ കഴിയുക അത് അത്ര പെട്ടെന്ന് സാധ്യമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇന്നും നാളെയും ഒരുപക്ഷെ സന്നിധാനത്ത് SIT തുടങ്ങിക്കൊണ്ട് അവിടുത്തെ പരിശോധന പൂർത്തിയാക്കി പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായിരിക്കും SIT സന്നിധാനത്ത് നിന്ന് മടങ്ങുക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കപ്പെട്ട പ്രതികളുടെ വീട്ടിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. റെയ്ഡ് 6.5 മണിക്കൂറിലേക്ക് പിന്നിടുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPMന്റെ മുൻ MLAയും മുതിർന്ന CPM നേതാവുമായിട്ടുള്ള പത്മകുമാറിന്റെ വീടിന് സമീപത്താണ്. ആ വീട്ടിൽ ഇപ്പോഴും കഴിഞ്ഞ 6.5 മണിക്കൂറായിട്ട് EDയുടെ നേതൃത്വത്തിലുള്ള വളരെ വിശദമായിട്ടുള്ള പരിശോധന തുടരുകയാണ്. ആ വീട്ടിൽ പത്മകുമാറിന്റെ ഭാര്യയും മക്കളും മറ്റ് ബന്ധുക്കളും ഒക്കെ ഉണ്ട് എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പുലർച്ചെ 6:45 കൂടിയാണ് ED സംഘം പത്മകുമാറിന്റെ വീട്ടിലേക്ക് വന്നത്. പരിശോധന ഇപ്പോഴും തുടരുന്നു. എന്തായാലും 1-2 മണിക്കൂറുകൾ കൊണ്ട് ആ പരിശോധന തീരുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ദീർഘനേരം, ഒരുപക്ഷെ ഒരു 12-15 മണിക്കൂറിലേക്ക് വരെ വേണമെങ്കിൽ രാത്രി വൈകിയും ഒരുപക്ഷെ പരിശോധന പോകാനുള്ള ഒരു സാധ്യത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങേയറ്റം നിർണായകമായിട്ടുള്ള പല വിവരങ്ങളും ഇടിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അന്ന് ഇവിടെ ഈ പത്മകുമാറിന്റെ വീട്ടിനോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിയും അതുപോലെ തന്നെ തിരുവാഭരണം കമ്മീഷണറുമായിരുന്ന ജയശ്രീയുടെ വീട്ടിലും, തിരുവല്ലയിലെ ജയശ്രീയുടെ വീട്ടിലും സമാനമായിട്ടുള്ള പരിശോധന നടക്കുകയാണ്. അവിടുന്നൊക്കെ ഏതൊക്കെ രീതിയിൽ ഇടിക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഈ പരിശോധന തുടരുന്നത്. പ്രവിത, ശരി, പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.